സുജാത, റഹ്മാൻ ഇന്ന് ലോക സംഗീത ചക്രവാളത്തിലെ ഏറ്റവും മിന്നുന്ന നക്ഷത്രം. അതൊന്നും ഒരു പക്ഷേ നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചില കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഈ റഹ്മാൻ്റെ ഏറ്റവും പ്രിയങ്കരിയായ ഒരു പാട്ടുകാരിയായിട്ട് സുജാത അങ്ങ് വിലസി. ചെറിയ വിലസില്ല, റഹ്മാൻ്റെ എത്രയോ ജിംഗിൾസിൽ. അതെ, അന്ന് റഹ്മാൻ തുടങ്ങിയ സമയത്ത്, റഹ്മാൻ സിനിമ തുടങ്ങുന്നതിന് മുമ്പിലത്തെ റഹ്മാനെ നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് ഇപ്പോൾ ശരിക്കും അല്ലേ, എന്താ റഹ്മാൻ ഇപ്പോൾ ഏത് ലെവലിലാണ് നിൽക്കണേന്ന് നമുക്ക് പറയാൻ കൂടെ പറ്റില്ല. നമ്മൾ ഹിമാലയത്തിന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നവരാണ് അല്ലേ ശരിക്കും. പക്ഷേ അന്നേ ആ ഒരു ജീനിയസ് സ്പാർക്ക് ആ വയസ്സിലെ, അന്ന് റഹ്മാൻ എന്നെക്കാട്ടും 4-5 വയസ്സ് ഇളയതാണ്. പക്ഷേ കൊച്ചു കുട്ടിയെ പോലെയായിരുന്നു അപ്പോഴും. ഇപ്പോഴും ഹീസ് ലൈക്ക് എ സ്മോൾ ചൈൽഡ്. ഒരു ഭയങ്കര ചൈൽഡിഷ് ഒരു സ്വഭാവം, ഒരു വശമുണ്ട് റഹ്മാന്. എനിക്ക് തോന്നുന്നു അതാണ് റഹ്മാൻ്റെ വിജയം തോന്നുന്നു. ഈവൻ മ്യൂസിക്കിലും ആ ഒരു വൾണറബിലിറ്റി ഒരുപാടുണ്ട് റഹ്മാൻ്റെ മ്യൂസിക്കിൽ. ദാറ്റ് ഈസ് ഹിസ് പരീക്ഷ നടത്താനുള്ള ഒരു കഴിവ് അല്ലേ. പിന്നെ ഒരു ചൈൽഡിഷ്, അതെ അതെ, സംസാരിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിയോട് സംസാരിക്കുന്ന പോലെയാണ്. വലിയ ആലോചനകളൊന്നുമില്ല, പറയുന്നതൊക്കെ ചെറിയ ചെറിയ വാചകങ്ങളിൽ. ഞാൻ റഹ്മാൻ ഒരു പ്രാവശ്യം ഇന്റർവ്യൂ ചെയ്ത് ഞാൻ കുടുങ്ങിപ്പോയി. എന്താ കാരണം വെച്ചാൽ ഒന്നാമത് മൂപ്പർക്ക് പുള്ളിയുടെ പുള്ളിയുടെ താല്പര്യക്കുറവ്. പക്ഷേ ചെറിയ ചെറിയ വാചകങ്ങളാണ്. ആ വാചകങ്ങളൊക്കെ വളരെ ജെന്യുവനായിട്ടുള്ള വാചകങ്ങളാണ്. ഇത് വളരെ നേർത്ത വാചകങ്ങൾ. അതിനൊന്നും വലിയ കൂടുതൽ ആലോചനയൊന്നുമില്ല. പറയേണ്ടതൊന്നും പറയുന്നു. അത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുന്നു, മോശമാണെങ്കിൽ മോശം എന്ന് പറയുന്നു. എന്തായാലും സുജാത എത്തിപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ എന്താ പറയുക, എവിടെയൊക്കെയോ ഒരു കറണ്ട് ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. എന്തായാലും റഹ്മാൻ്റെ പ്രിയ ഗായികയ്ക്ക് റഹ്മാനോടൊരു ആദരവാണ് പ്രകടിപ്പിക്കാം. റഹ്മാൻ്റെ ഒരു പ്രധാനപ്പെട്ട പടമുണ്ട് പുതിയ മുഖം അല്ലേ. പുതിയ മുഖം എനിക്ക് എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന പാട്ടാണത്. മലയാളിയായ സുജാതയ്ക്ക് ആദ്യത്തെ സംസ്ഥാന അവാർഡ് കൊടുത്തത് കേരളമല്ല. അത് സുജാതയുടെ മനസ്സിൽ ഇങ്ങനെ ചെറിയൊരു വ്യംഗ്യമുണ്ട്. അത് പിന്നെ പറയും, ഡിപ്ലോമാറ്റ് ആയതുകൊണ്ട് അത് പറയുന്നില്ല. എങ്കിൽ പോലും അന്ന് പറഞ്ഞിരുന്നു, ഇപ്പം പറയില്ല. കാരണം മലയാളികൾ ഒരുപാട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു പാട്ട് നമുക്ക് പാടാം, പുതിയ. അതെ. இளமை பொங்கி விட்டதா, இதயம் சிந்தி விட்டதா, சொல் மனமே. நேற்று இல்லாத மாற்றம் என்னது, காற்று என் காதிலேதோ சொன்னது, இதுதான் காதல் என்பதா, இளமை பொங்கி விட்டதா, இதயம் சிந்தி விட்டதா, சொல் மனமே.